കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് കൊടൈക്കനാലിന് ഒരു ട്രിപ്പ് പോയതിൻ്റെ വിശേഷങ്ങളാട്ടോ നമ്മളിനിയിപ്പോൾ ഈ വീഡിയോസിൽ കാണാനായിട്ട് പോകുന്നത്. ഈ വരുന്ന വണ്ടിയിലാട്ടോ ഞങ്ങൾ പോകുന്നത്. ഇലാഹിയാന്നാട്ടോ വണ്ടിയുടെ പേര്. വണ്ടിയെ കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടേതായ പരിപാടികൾ ഞങ്ങൾ തുടങ്ങി. പാട്ടും ഡാൻസായിട്ട് അടിപൊളിയായിരുന്നു പോകാൻ. എല്ലാവരും ഒരേ വൈബായിരുന്നു, അടിപൊളിയായിരുന്നു. ഏകദേശം 12 മണിയെടുത്ത് ഞങ്ങൾ കുമളി ടൗണിലെത്തിട്ടോ. ഒരു ചായ കുടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത്. അത്യാവശ്യം നല്ല തണുപ്പ് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ചായ കൂടിയൊക്കെ പാസ്സാക്കിയിട്ട് ഞങ്ങൾ യാത്ര തിരിച്ചു. വെളുപ്പിന് ഒരു 7 മണിയോടടുത്ത് ഞങ്ങൾ കൊടൈക്കനാൽ ടൗണിലെത്തിയിട്ടോ. അവിടെ ഒരു ഹോട്ടലിൽ ഫ്രഷപ്പ് ആകാൻ വേണ്ടി ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രഷപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൻ്റെ പുറത്ത് വന്നു കേട്ടോ. നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. അവർ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി തരാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൻ്റെ മുന്നിൽ തന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ സമയം ഇപ്പോൾ അവരൊന്ന് വിളിച്ചു കേട്ടോ. കയറിയപ്പോൾ തന്നെ നല്ല ക്യൂ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന എല്ലാം മലയാളികളാണ്. കാരണം ഇവിടെ കേരള ഫുഡാട്ടോ ഇവർ സപ്ലൈ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതിൽ ഫുഡെല്ലാം നമുക്ക് അൺലിമിറ്റഡാണ്. ചായ അവർ ഒരു പ്രാവശ്യം മാത്രമേ തരുള്ളൂ, പിന്നീട് ചോദിച്ചാൽ അവർ തരില്ല. ഫുഡ് അൺലിമിറ്റഡാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് കൂട്ടുകാരന്മാർക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നല്ലോ. കൂടാതെ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഇന്ന് മാത്രമേ അവിടെ നിന്ന് കേരള ഫുഡ് നന്നായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിടിച്ചു. ഫുഡ് കഴിച്ചിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങളൊരു വ്യൂ പോയിന്റ് കാണാനായിട്ടാണോ അടുത്തത് പോകുന്നത്. വ്യൂ പോയിന്റ് കാണാൻ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ കൂട്ടുകാരന്മാർക്ക് കണ്ണാടി മേടിക്കണമെന്നായിട്ടോ. അപ്പോൾ അവിടെ അടുത്ത് കിടന്ന ഓരോ കുറേ കടയോടെ കയറി ഞങ്ങൾ കണ്ണാടിയെല്ലാം വെച്ച് നോക്കിയിട്ട് അത്യാവശ്യം 1-2 പേർക്ക് മാത്രം കേട്ടോ കണ്ണാടി എടുത്തുള്ളൂ. ബാക്കി എല്ലാവരും അവിടുന്ന് നൈസായിട്ട് എസ്കേപ്പായി. ഇതാട്ടോ, ഇതാണ് നമ്മൾ ആദ്യം കാണുന്ന ഒരു വ്യൂ പോയിന്റ്. പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും കാണാനില്ല. ഇവിടുന്ന് നമ്മുടെ കൊടൈക്കനാൽ ലേക്കിൻ്റെ ഒരു വ്യൂ അത്രയേ ഉള്ളൂ ഇവിടുന്ന് കാണാനായിട്ടുള്ളൂ. അവിടുന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചത് അടുത്തൊരു വ്യൂ പോയിന്റ് തന്നെ കാണാനായിട്ടോ. വണ്ടി ഞങ്ങളൊരു സൈഡിൽ ഒതുക്കി. കാരണം അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളായതുകൊണ്ട് വണ്ടി ഞങ്ങൾ നല്ലൊരു സ്ഥലത്ത് ഒതുക്കിയിട്ടാണ് ഞങ്ങൾ ഈ വ്യൂ പോയിന്റ് കാണാനായിട്ട് പോകുന്നത്. ഇവിടെ കയറുമ്പോൾ തന്നെ നല്ല തിരക്കാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലേ, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ശനിയാഴ്ച ആയതുകൊണ്ട് കൂടി അതനുസരിച്ചുള്ള ആളുകളും അവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ടിക്കറ്റ് ചാർജ് വന്നിട്ട് പെർ പേഴ്സൺ 10 രൂപ കേട്ടോ. പിന്നെ ക്യാമറയ്ക്കൊക്കെ സെപ്പറേറ്റ് പൈസയും. വിദേശികൾക്കൊക്കെ ഇതിന് റേറ്റ് അവിടെ കൊടുക്കണ്ട കേട്ടോ. എനിക്ക് തോന്നിയിട്ടില്ല എന്തുകൊണ്ടാണ് ഈ വിദേശികൾക്കും നമുക്കും തമ്മിലുള്ള ഈ പൈസ കൊടുക്കുന്നതിൻ്റെ വ്യത്യാസം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. ഒരാൾ നമ്മളെ നാട്ടിലോട്ട് വരുമ്പോൾ അവർക്ക് കാണാവുന്ന രീതിയിൽ അതനുസരിച്ചുള്ള റേറ്റ് കുറവ് കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതിന് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് തരണം കേട്ടോ. ഇവിടെ നിന്ന് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഒരു വിദൂര ദൃശ്യം തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത്യാവശ്യം നല്ല മഞ്ഞൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സൂം ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ലേക്കും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും. ഈ തമിഴ്നാട് ഒരു ഹിൽ ടോപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ കാഴ്ച ഭംഗികൾ നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ മലയുടെ ഏകദേശം ഒരു അപ്പർ സൈഡായിട്ട് നമ്മുടെ ഗുണ കേവ് മറ്റു കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ അടുത്തൊരു നല്ലൊരു സ്ഥലത്ത് നിന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. അത്യാവശ്യം നല്ല ക്രൗഡും നല്ല ചൂടും ഉണ്ട് കേട്ടോ. പകൽ നല്ല ചൂടുണ്ട് കേട്ടോ. ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് അത്യാവശ്യം നല്ല തണുപ്പായി തുടങ്ങുന്നത്. രാവിലെ നല്ല ചൂടാട്ടോ കൊടൈക്കനാലിൽ. ഓണാവധിക്കാലമായിട്ട് അത്യാവശ്യം നല്ല തിരക്കാട്ടോ കൊടൈക്കനാലിൽ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ അറിയാം അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളും മറ്റോട്ടോ അവിടെ. കാരണം ഒന്നാമത് നമ്മുടെ കേരളത്തിൽ ഓണാവധിക്കാലമായതുകൊണ്ട് അത്യാവശ്യം എല്ലാം മലയാളികളും തന്നെ കൊടൈക്കനാലിൽ ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് അടുത്തൊരു ടൂറിസ്റ്റ് പ്ലേസായ പൈൻ ഫോറസ്റ്റ് കാണാൻ പോകുമ്പോഴുള്ള തിരക്കാട്ടോ നിങ്ങൾ കാണേ. 1 വേ ആയിട്ട് കൂടി മുന്നിൽ കണ്ടില്ലേ അത്യാവശ്യം എന്ത് വണ്ടികൾ ബ്ലോക്കായിട്ട് കിടക്കണം കണ്ടില്ലേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് എത്താൻ. ബ്ലോക്കായിട്ടേ നമ്മളിരിക്കുന്ന സമയത്ത് കണ്ടതാട്ടോ അമ്മക്കുരങ്ങ് അതിൻ്റെ കൊച്ചിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു കാഴ്ച. അടിപൊളിയായിരുന്നു കേട്ടോ. പൈൻ ഫോറസ്റ്റ് എത്തിയപ്പോഴും ഒരു കുറവില്ല കേട്ടോ തിരക്കിനൊന്നും. ഇപ്പം നിങ്ങൾ ഈ വീഡിയോസിൽ കാണുന്നില്ലേ അത്യാവശ്യം നല്ല ബ്ലോക്കും മറ്റു കാര്യങ്ങളാണ്. ഇവിടെ അതുപോലെ തന്നെ ഫീസുണ്ട് കേട്ടോ. ഒരാൾക്ക് ഈ 10 രൂപ പെർ പേഴ്സൺ. പിന്നെ വിദേശികൾക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ സെയിം റേറ്റ് കൂടുതലാട്ടോ ഇവിടെ. ഞങ്ങൾ കുറച്ച് പേര് ഇതിൻ്റെ അകത്ത് പൈസ കൊടുത്താട്ടോ ടിക്കറ്റ് എടുത്തിറങ്ങിയത്. ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് അപ്പുറത്തോടെ ഒളിഞ്ഞ് കയറിയിട്ടുണ്ട് കേട്ടോ. ഏതോ ഒരു മതിൽ ചാടി ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അവന്മാർക്ക് പൈസ ലാഭമായി. ഇതിനകത്ത് പ്രത്യേകിച്ച് വല്ല കാണാനൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഈ വാഗമണിലും മറ്റും കാണുന്ന പൈൻ ഫോറസ്റ്റ് തന്നെ സെയിം. ഇത്രയും ക്രൗഡഡ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ. ഇവിടെ അതുപോലെ തന്നെ കുരങ്ങന്മാർ തന്നെ കേട്ടോ മെയിനായിട്ട് കാണാനുള്ളത്. നമ്മളൊന്ന് ശ്രദ്ധ തെറ്റിയ ഇവന്മാർ നമ്മുടെ ഓരോ ഐറ്റംസൊക്കെ തൊപ്പിയായാലും കണ്ണാടിയായാലും എല്ലാം അടിച്ചുകൊണ്ട് പോകട്ടോ. ഇത് നമ്മുടെ കുറച്ച് കൂട്ടുകാരന്മാർ ഡാൻസ് റീൽസ് എടുത്ത കേട്ടോ. അടിപൊളിയാണ്. എല്ലായിടത്തിനും ഡാൻസ് പഠിപ്പിച്ചിട്ടാട്ടോ ആ മരത്തിൻ്റെ പുറത്ത് കയറ്റി തന്നെ. ബാലൻസ് തെറ്റിയാൽ താഴെ വീഴും. അതിനുശേഷം എൻ്റേതായ രീതിയിൽ ഞാൻ കുറച്ച് അൺഎക്സ്പെക്റ്റഡ് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുക്കാൻ നോക്കിട്ടോ. അതിൽ പറഞ്ഞാട്ടോ ഇപ്പോൾ ഈ കാണുന്നത്.
അതിനുശേഷം നമ്മൾ പോകുന്നത് മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതിന് പിന്നെ ശേഷം വിറ്റായ നമ്മുടെ സുഭാഷിൻ്റെ ഗുണാകേവ് കാണാനായിട്ടാണ് നമ്മൾ അടുത്തായിട്ട് പോകുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ, നല്ല ബ്ലോക്ക്. അത് പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ്. ഞാൻ അത്യാവശ്യം 1-2 തവണ കൊടൈക്കനാൽ വന്നൊരു വ്യക്തിയാട്ടോ. അതുകൊണ്ട് തന്നെ ഈ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ കേട്ടോ ഇതുപോലെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ ഇവിടെ നടന്നെന്നും ഇവിടെ ഒരു സുഭാഷ് എന്ന് പറഞ്ഞ വ്യക്തി ഇതിൽ അകപ്പെട്ടിട്ട് അവനെ രക്ഷിച്ച കഥയൊക്കെ കേട്ടിട്ടും നല്ല എക്സൈറ്റഡ് ആയിട്ടാട്ടോ ഈ ഗുണാകേവ് ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ കേട്ടോ എൻ്റെ കൂടെയുള്ള കൂട്ടുകാരന്മാരും ഗുണാകേവും അതും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടറിയാൻ വേണ്ടിയിട്ട് തന്നെ കേട്ടോ ഞങ്ങൾ തന്നെ. അത്യാവശ്യം ഇത്രയും തിരക്കാണ് നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇവിടെ കാണുന്നത്. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്ത് കയറിയ ശേഷം ഞങ്ങളെല്ലാവരും ഉണ്ടോയെന്ന് തന്നെ ആദ്യം നോക്കി. എല്ലാവരും പല വഴിക്ക് പോയതുകൊണ്ട് ഞങ്ങളെല്ലാവരും തന്നെ എണ്ണം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടോ ഈ നോക്കണേ. എല്ലാവരും തന്നെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം കേട്ടോ ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോയത്. അത്യാവശ്യം എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് കേട്ടോ കൂടെ. കാരണം ഇവിടെ നല്ലൊരു ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ട് നമ്മൾ ഇതുവരെ കണ്ടില്ല. ഇതാട്ടോ നമ്മൾ ഗുണാകേവിൻ്റെ എൻട്രൻസിലോട്ട് ഇറങ്ങണേ. നമ്മൾ ആദ്യം തന്നെ വരവേറ്റത് ഒരു കുരങ്ങനാട്ടോ. താഴേന്ന് പറഞ്ഞിട്ടുണ്ട് മുകളിൽ കുരങ്ങനും മറ്റു കാര്യങ്ങളൊക്കെ ശല്യങ്ങളുണ്ട്. ബാഗ് കാര്യങ്ങൾ പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചില്ലെങ്കിൽ അവരടിച്ചുകൊണ്ട് മരത്തിൽ കയറിയിരിക്കും. പിന്നെ എടുക്കലോ പിടിക്കലൊക്കെ പിന്നെ ഭയങ്കര പാടായിരിക്കും. പുറമേ താഴേന്ന് ഞങ്ങൾ കയറിയപ്പോൾ തന്നെ അവിടുന്ന് വാച്ച്മാന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന കേട്ടോ മെയിൻ ഗുണാകേവ് എന്ന് പറഞ്ഞ കേവ്. ഈ സുഭാഷൊക്കെ അകപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ആ സിനിമയിൽ പറയുന്ന ഭാഗം ഇതിൻ്റെ ഭാഗത്തോട്ടോ, ഇതിൻ്റെ അടിയിലാണ്. പണ്ട് ഇതിൻ്റെ താഴെ വരെ നമുക്ക് ഇറങ്ങിപ്പോകാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഇങ്ങനത്തെ ആക്സിഡൻറ്റ് കേസ് ഹിസ്റ്ററിയൊക്കെ രേഖപ്പെടുത്തിയതുകൊണ്ട് പിന്നെ ഇപ്പം അങ്ങോട്ടേക്കുള്ള യാത്രയൊക്കെ ബാൻ ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ നിരവധി ചെറിയ ചെറിയ ഗുഹകൾ മുകളിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അതെല്ലാം തമിഴ്നാട് ഗവൺമെൻറ് അതിപ്പോൾ ഒരു ഗ്രില്ലിട്ട് എല്ലാം മൂടിയിട്ടേക്കും കേട്ടോ. അതിൻ്റെ പുറത്തേക്ക് നടക്കുന്നത് നമുക്ക് വേറെ വിഷയങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഇവിടെ നമുക്ക് സേഫ്റ്റി ഇതാണ് ഏറ്റവും മുഖ്യമായിട്ട് വരുന്നത്. അത്യാവശ്യം നല്ല ആൾക്കാരുള്ള സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ നമുക്കൊന്നും ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇവിടെ നിന്നാലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വ്യൂ പോയിൻ്റ് തന്നെ കേട്ടോ. മറ്റ് വ്യൂ പോയിൻറ്റിനേക്കാളും കുറച്ച് അടുത്ത് നിന്ന് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതാട്ടോ ഇവിടുത്തെ പ്രത്യേകത ഉള്ളത്. ഈ കേരള തമിഴ്നാട് ബോർഡർ അതിർത്തി വരുന്ന ചില ഒറ്റപ്പെട്ട ഗ്രാമങ്ങൾ നമ്മൾക്ക് ഇവിടെ നിന്നാൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോസിൽ കാണാം. എത്രമാത്രം കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കണ്ടോ, അതൊക്കെ ഓരോ ഗ്രാമങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോസിൽ കാണുന്നത്. അതിനുശേഷം ഞാൻ അവിടുന്ന് കുറച്ച് റീൽസ് കാണാനുള്ള കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറച്ച് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ ഞങ്ങൾ അവിടുന്ന് എടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു കേട്ടോ. ഞങ്ങൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് ഒരു സൂയിസൈഡ് പോയിൻ്റ് കേട്ടോ. അടുത്തായിട്ട് ഞങ്ങൾ കാണാൻ പോയത് ഒരു സൂയിസൈഡ് പോയിൻ്റ് കേട്ടോ. അങ്ങോട്ടേക്ക് ആരും തന്നെ വന്നില്ല. ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ പോയുള്ളൂ. കാരണം വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് മാത്രം. എല്ലാവർക്കും നല്ല വിശപ്പുള്ളതുകൊണ്ട് എല്ലാവരും വണ്ടിയിൽ തന്നെ ഇരുന്ന്. പിന്നെ കൂടാതെ നല്ല അത്യാവശ്യം നല്ല ചെറിയ രീതിയിൽ മഴയുള്ളതുകൊണ്ട് ആരും തന്നെ വന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പം ഒരു അടിപൊളി വ്യൂ കേട്ടോ. പകുതി മഴക്കാറും പകുതി ഭാഗം തമിഴ്നാട് തെളിഞ്ഞ ഭാഗം കൂടെ കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. വിശന്ന് വളഞ്ഞിരുന്നപ്പോഴാട്ടോ ഞങ്ങളൊരു ഹോട്ടലിൽ വന്ന് കയറിയത്. അത്യാവശ്യം നിവർത്തിയില്ലായിരുന്നു. അത്യാവശ്യം നല്ല ഹോട്ടലായപ്പോൾ നമ്മൾ ചാടി കയറിയിരുന്ന അവിടുത്തെ ബിരിയാണിയുടെ പ്രൈസ് കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയത്. 250 രൂപയുടെ ബിരിയാണി കേട്ടോ ഞാനിപ്പോൾ ഈ കൊട്ടുന്നത്. അതിനുള്ള ക്വാണ്ടിറ്റി ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് കണ്ടിട്ടൊന്ന് പറഞ്ഞേ. എന്തായാലും വിശന്നിരിക്കുമല്ലേ, വല്ലവനും പുല്ലും ആയതെന്ന രീതിയിൽ വിശന്നിരിക്കുമായതുകൊണ്ട് ഞങ്ങളത് കഴിച്ചു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, ചിലവർക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്താണെന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റേറ്റ് അല്പം കൂടിയാലും. ഫുഡ് കഴിച്ച് വയറെല്ലാം നിറഞ്ഞ ശേഷം ഞങ്ങൾ ഇനി അവസാനമായിട്ട് ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ബോട്ട് സവാരി കേട്ടോ കൊടൈക്കനാൽ ലേക്കിൽ. അതായത് ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോകാനുള്ള പ്ലാനിങ്ങിലാട്ടോ ഞങ്ങളെല്ലാവരും വന്നേക്കണേ. അത്യാവശ്യം എല്ലാവരും തന്നെ ബോട്ട് സവാരി എടുത്തു കേട്ടോ. ചിലവർ മാത്രം കൊടൈക്കനാലിന് പുറമെ ബോട്ട് സൈക്കിൾ എടുത്ത് അവർ ഓരോ റൗണ്ടൊക്കെ ചുറ്റി അതിൽ നടന്നു കേട്ടോ. പെർ പേഴ്സണിൽ 200 രൂപയായിട്ടോ ഇവിടെ കൊടുക്കണ്ടേ. ഞങ്ങൾ എല്ലാവരും തന്നെ എടുത്ത സ്ഥിതിക്ക് ഞങ്ങൾക്ക് 2 പേർക്കും ഡബിൾ ബോട്ട് കിട്ടി കേട്ടോ. ബാക്കി എല്ലാവരും ഗ്രൂപ്പായിട്ടുള്ള ബോട്ടും 7ഉം 6ഉം സീറ്ററൊക്കെയുള്ള ബോട്ടുകളാട്ടോ എടുത്ത് യാത്ര ചെയ്യണേ. അത്യാവശ്യം ഞങ്ങൾ നല്ല പാട്ടും വൈബിലൊക്കെ ഞങ്ങൾ പാട്ടൊക്കെ പാടി ഞങ്ങൾ അടിച്ച് പൊളിച്ചോട്ടോ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും പോണത്. ഇതാട്ടോ എൻ്റെ ഒരു കൂട്ടുകാരൻ, മമ്മ എന്നാട്ടോ പേര്. അവൻ്റെ മുടി കണ്ടിട്ട് നിങ്ങൾക്ക് എന്നാ തോന്നുന്നതെന്ന് പറഞ്ഞ്, അത് ഒറിജിനൽ മുടിയൊന്നുമല്ല കേട്ടോ, വിഗ് മുടിയാണ്. എല്ലാവരെയും പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് തല വെച്ചുകൊണ്ടിരിക്കണേ. ഈ മുടി കണ്ടിട്ട് എത്ര പേര് ഞങ്ങളെ നോക്കുന്നുണ്ടെന്നറിയാം. അത് ഈ വീഡിയോയ്ക്ക് അവസാനം അല്ലെങ്കിൽ നാളെ ഇടുന്ന 2ാം പാർട്ടിൽ നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഞങ്ങൾ ചവിട്ടിപ്പോയി എല്ലാവരും ഒരുമിച്ചൊരു സ്ഥലത്ത് വന്നു കേട്ടോ. ഇനി ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ സമയം ഏറെക്കുറെ തീരാറായി. ഞങ്ങൾ ഇവിടുന്ന് ഒരു ആദ്യം ആരാ ഫസ്റ്റ് എത്തണമെന്നുള്ള രീതിയിൽ ഞങ്ങളൊരു ബോട്ട് സവാരി ഇവിടുന്ന് വെക്കാൻ തീരുമാനിച്ചു കേട്ടോ. അവസാനം ഞങ്ങളെല്ലാവരും ആഞ്ഞ് ചവിട്ടി ഞങ്ങൾ തന്നെ അവസാനം ഫസ്റ്റ് എത്തിട്ടോ. അവരെല്ലാം വേറെ പല വഴിക്ക് പോയി. ഒരു ഗ്യാങ് മാത്രം ഞങ്ങളുടെ തൊട്ട് പുറകെ വരുന്നുണ്ട് കേട്ടോ.
അവസാനം ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ, ഞങ്ങൾ നിരൂപിച്ച പോലെ തന്നെ ഞങ്ങൾ 1ാം സ്ഥാനത്തെത്തി. അതിനുശേഷം ഞങ്ങളുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ റൂമിലോട്ട് പോകാം കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ഏറെക്കുറെ 36 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഞങ്ങളെടുത്ത സ്റ്റേയിലോട്ട്. ഞങ്ങൾ കൂക്കലാട്ടോ ഞങ്ങൾ സ്റ്റേ എടുത്തേക്കണേ. അങ്ങോട്ട് പോകണ വഴിക്ക് ഈവനിങ് കൊടൈക്കനാലിൽ ഒരു ക്രൗഡായിട്ടൊക്കെ കാണണേ. ആ ക്രൗഡിനെ എല്ലാം ഇളക്കി മറിച്ചിട്ട് ഞങ്ങൾ അടിപൊളി പാട്ടിട്ട് ഞങ്ങൾ തുള്ളി കേട്ടോ പോണേ. അപ്പോൾ ആൾക്കാർ റിയാക്ഷൻ എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ റൂമിലോട്ട് പോണ ഒരു കാഴ്ചയായിട്ട് ഇപ്പോൾ കാണുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ 2ാം ഭാഗത്തെ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും ബൈ.